ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഒരു പുത്തൻ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു പുത്തൻ കാർ എടുക്കാൻ പോകും. നമ്മളെ കാർ പാർക്കിംഗ് വേണ്ടി. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന കാർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. സസ്പെൻസ് ആക്കണം ഗൈസ്, സസ്പെൻസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കയ്യിൽ ഇപ്പോഴുള്ള ഫ്രീ കാറാണ് കാണുന്നത്. എനിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വായിലിറക്കണം, അല്ലെങ്കിൽ കള്ളന്മാർക്ക്. അപ്പം നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ ഒരു ഫ്രീ കാർ, നമ്മളെ ഗെയിം കയറുമ്പോൾ തന്നെയുള്ള ഫ്രീ കാർ. അപ്പം നമ്മൾ കുറേ പൈസ കൊടുത്ത് ഇറക്കിയിരിക്കുകയാണ് ഒരു പുത്തൻ കാർ. ആ കാറിൻ്റെ റിവ്യൂലാണ് ഇന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ എൻജിനൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, അത് ശരിയാണോ അല്ലേ, പോകേണ്ട വഴി വലിയ പണി കിട്ടുമോയെന്നൊക്കെ ആവും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട് നിറച്ചും കാറാണല്ലോ, നമ്മളെ കാറിൽ തടുത്താലേ അത്തിങ്ങൾക്ക് പോകാൻ പറ്റും. അയ്യോ ഇനി ഇതൊന്ന് വണ്ടി പോകത്ത് വണ്ടി റിവേഴ്സ് കയറിട്ട് റിവേഴ്സ് എടുത്ത്. അയ്യോ എൻ്റെ അമ്മച്ചി, എന്ത് കറങ്ങുന്നുണ്ട് കൈസ് വണ്ടി, മഞ്ഞായോണ്ട് ഇവിടെ നല്ല പാടാട്ട് ഓടിക്കാൻ. കാരണം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിയേണ്ടി വരും. എന്ത് ഗൈസ്, കുറേ നേരം ഇത് ഓടിക്കാൻ തുടങ്ങി ഗൈസ്. പ്രാന്തെടുക്കണേ, നടന്നു പോയാലോ വല്ല ബസ്സും പിടിച്ച് പോവാ. പോയിട്ടില്ല ഗൈസ്. ഏതോ ഒരു ടൈമിൽ കൊണ്ട് ചാമ്പിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ആരുമില്ല, വണ്ടിക്കൊന്നും പറ്റില്ല. നമ്മളെ വണ്ടിക്ക് മാത്രമേ പറ്റൂ, കാരണം അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മളുടെ ഒറിജിനൽ. വീണ്ടും ഒരു വീട്ടിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ചേച്ചി ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വന്ന കേട്ടോ, റിവേഴ്സ് എടുക്കാൻ വന്ന കേട്ടോ. ചേച്ചീൻ്റെ ക്രിസ്മസ് കഴിഞ്ഞ് സമ്മറും കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞതിന് ശേഷം കഴിയാനാകുമ്പോൾ ഇവനെന്ത് ഇപ്പോഴും ക്രിസ്മസ് ട്രീ വെച്ചിന്. എന്ത് കാഴ്ചക്ക് അവിടെ നോ പാർക്കിംഗ് എന്ന് ബോർഡും വെച്ചിട്ട് ചേച്ചി അങ്ങനെ അവിടെ തന്നെ കൊണ്ടുപോയി വണ്ടി നിർത്തിട്ട്. എന്ത് ചേച്ചി മിക്കവാറും നമ്മൾ ബസ് ഇടിച്ച് കൊണ്ടിട്ടാണ്. നമ്മളിപ്പോൾ പോണ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് എങ്ങനെയൊക്കെ പോണതന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നേരമായിട്ട് അത് കൊടുക്കാൻ നമുക്ക് പ്രാന്തല്ല. ഞാൻ വണ്ടി ആരെങ്കിലും ചവിട്ടിയാണ്ട് വീട്ടിലാണ്, ഒന്നും ഞാൻ നോക്കൂല. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി കുഴപ്പമുണ്ടാവില്ല, ഇനി കുഴപ്പമില്ല ഗൈസ്. അതെന്തിന് ഒരു കാറ് വന്ന് നേരെ ഒറ്റ നിലത്തിക്കാണ്ട് വീട്. നമ്മളിപ്പോൾ പോകുന്ന സ്പീഡ് നിങ്ങൾക്കറിയാമോ? 100-110 നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൺട്രോളും പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് കൺട്രോളൊക്കെ കിട്ടും ഗൈസ്. അയ്യോ ഒന്നും പറഞ്ഞില്ല കേട്ടാ, ഒന്നും പറഞ്ഞില്ല, നമ്മളൊന്നും പറഞ്ഞില്ല. അയ്യോ അമ്മേ, അയ്യോ വണ്ടി കത്തം ടാറ്റ ഗുഡ് ബൈ ഗയ. ഓക്കെ ഗൈസ്, മെല്ലെ പോവാം. അയ്യോ ഫോൺ നോക്കിയപ്പോഴേക്ക് വണ്ടി എന്നേ പോണ്. അമ്മച്ചി അയ്യോ, ബൈ അമ്മച്ചി. അയ്യോ എൻ്റെ അമ്മച്ചി, ജീവനുണ്ടെങ്കിൽ കാണാം ഗൈസ്. നമ്മളെങ്ങനെയൊക്കെ ഇവിടുന്ന് നടന്നെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ആളടുത്ത് നമ്മൾ എന്തെന്ന് ലിഫ്റ്റ് വെച്ച്. അയ്യോ നമ്മൾ റോഡിലാണ് നിൽക്കുന്നത്, അല്ല റോഡിലാണ് നിൽക്കുന്നത്. നമ്മളെങ്ങനെയൊക്കെ ലിഫ്റ്റ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാറിൽ എൻ്റെ വണ്ടി പോയിട്ടുണ്ട്, വണ്ടി സത്തമായിട്ടുണ്ട്. ആ വണ്ടി ഇല്ലെങ്കിൽ എന്താ, ഇനി മുതൽ ഇതാണ് നമ്മളെ പേഴ്സണൽ കാർ. വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു വണ്ടിയാണ്, ചിലവർക്ക് മാത്രം അറിയുന്നുണ്ടാവുക. നിങ്ങളൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർ ഏതാണെന്ന് മനസ്സിലാവും. എനിക്ക് ആ മൂവി നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലത്തെ കാറൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ കാർ അങ്ങോട്ട് വാങ്ങി.
ഗൈസ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. റെഡി സ്റ്റഡി. കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് വരാം. കാറിൻ്റെ കളർ ഞാൻ അപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ കളർ കാർ. റെഡി സ്റ്റഡി. റെഡി സ്റ്റഡി ഗോ. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അതിരടിയിലെ BMW. കണ്ട നമ്മൾ അതിരടി മൂവിയിലെ BMW ഗൈസ്. കണ്ട ബാക്ക് അതിരടി എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട നമുക്ക് ഡിക്കിയൊക്കെ, അയ്യോ ഞാൻ വിചാരിച്ച മറ്റേ എന്തും കൂടിയാണ് തുറക്കുന്നത്. ഡിക്കിയൊക്കെ തുറക്കാൻ പറ്റും, ബോണറ്റ് തുറക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് റിവീൽ ബോണറ്റ് തുറക്കാൻ പറ്റും. കണ്ട M5 M4 M3 ഏതോ ഒരു M3 ഗൈസ്. വാദ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അയ്യോ പാസഞ്ചർ സീറ്റാണ് അത്. ഈ വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചു. കറക്റ്റ് പെർഫെക്ഷൻ കണ്ട, പെർഫെക്ഷൻ കണ്ട. സൈഡിലത്തെ മിറർ വരെ കറുത്ത കളറാണ്. കണ്ട ബാക്കിലത്തെ സ്പോയിലർ വരെ നല്ല പവറുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഞാനൊരു കാര്യം കാണിച്ചിട്ട് അതോ മാപ്പ് ഓണായി. ഇനി ഇതാണ് നമ്മളെ ആ സിനിമയിൽ ആ പൊട്ടുന്ന സീൻ. ഇതാണ് നമ്മളെ മറ്റേ സിനിമ ലാസ്റ്റ് ഈ വണ്ടീൻ്റെ ഒരു സീനില്ല, ആ സീനത്തെ പൊട്ടനാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ വണ്ടി ഇറക്കി, അതിരടിയിലെ കാറ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നമ്പർ പ്ലേറ്റ് ഒരു ബോർഡറും കൂടി വേണമായിരുന്നല്ലേ. സെറ്റാക്കാം. ഡെന്നിച്ചൻസ് ഒന്ന് എഴുതണം. കണ്ട ഇപ്പോൾ വണ്ടിയിൽ സിനിമ കഴിഞ്ഞതിന് ശേഷം വണ്ടിക്ക് ഡെന്നിച്ചൻസ് കൂളിംഗ് ഫിലിം അടിക്കണം, ഗ്ലാസ് ടിൻറ്റ് ചെയ്യണം. അയ്യോ കൂളിംഗ് ഫിലിം എന്തിനാ പിന്നെ ഞാൻ ഫുൾ ടിൻറ്റ് ചെയ്യണം. പിന്നെ കൂളിംഗ് ഫിലിം ഒന്ന് അടിച്ചേക്കാം. BMW അല്ലേ, ബാക്കിൽ നമ്മൾ ഓൾറെഡി ടിൻറ്റ് അടിച്ചിട്ടുണ്ട്. സീന് നല്ല സ്പീഡ് ഔട്ടാണ്. എൻ്റെ എൻജിൻ എത്രയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഒരു മിനിറ്റ്, ഞാൻ ഇത് മുന്നേ റോട്ടിലുള്ള കാറുകളൊക്കെ ഒന്ന് കുറച്ചൊക്കെ. അതെ ട്രാഫിക് ഡെൻസിറ്റി. ഓക്കെ, അപ്പം നമ്മളെ വണ്ടീൻ്റെ HP എത്രയാണെന്ന് പറയാം. HP എന്ന് വെച്ചാൽ HP അല്ല നമ്മളെ വണ്ടിയുടെ പവർ എത്രയാണെന്ന് വെച്ചാൽ 12W 12W ആണ് നമ്മളെ വണ്ടിയുടെ മറ്റേ എൻജിന്. അപ്പോൾ ഇത് നല്ല സ്പീഡ് ഔട്ടാ. ഇവിടെ ഹൈവേയിലാണ് പറപ്പിക്കേണ്ടത്. സൈഡ് ഞാനെങ്കിൽ എന്തോ ഇരിച്ച പോലെ. നമ്മളെ BMW ലോഗോ കണ്ടോ ഫ്രണ്ട് കണ്ട. അത് റെഡി. ഇത് കുളമടി. ഓക്കെ. ബാക്ക് നിറച്ചും ചളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതായിട്ടൊരു പബ്ലിക് റിവ്യൂ വേണ്ടല്ലേ? വേണ്ട. പെട്രോൾ പമ്പിൻ്റെ മുതലാളി വരുന്നതിന് മുന്നേ വേഗം ഓടാം. അയ്യൻ്റെ അമ്മച്ചി ഓടറ. എന്താ പറ്റി? സ്റ്റിയറിംഗ് ഡെൻസിറ്റി ഒന്ന് കൂട്ടിയതാണ് ഗൈസ്. ഒന്ന് ചവിട്ടിയപ്പോഴേക്കും ആ മീറ്റർ നിറച്ചുകൊണ്ട് 60 ഉണ്ടായി. അതിരടി ഈ കാർ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഇതൊന്ന് കുറയ്ക്കണം, 10 ആക്കണം. 10W ആക്കണം. 10W വെക്കണ്ടേ? ഈ വണ്ടീൻ്റെ HP വരുന്നത് 2000 HP വരുന്നത്. ഇപ്പോൾ കറണ്ടായിട്ടുള്ളത് 2000 HP ആണ്.
ഇനി നമ്മൾ അത് മാറ്റി കുറച്ചും കൂടി താത്തു. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഗൈസ്. ചെറുതായിട്ടൊന്ന് പറയുമ്പോൾ കൊണ്ടുപോയി കുത്തി, ചെറുതായിട്ടല്ല വലുതായിട്ട് കുത്തി. ഓക്കെ, പുല്ലിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ബീച്ചിക്കൊന്ന് ഇറക്കിയാലോ വണ്ടി. തെങ്ങ് മൊത്തം ബീച്ചത്തെ തെങ്ങ്. ഇതാണ് ഇപ്പോഴത്തെ മോഡൽ. നമ്മളെ ടയർ ഇത് ഫ്രണ്ടിക്കാക്കണം, ടയറിൻ്റെ ഫ്രണ്ടത്തെ ആ ബമ്പറിൻ്റെ സൈഡ്. വെള്ളം തട്ടിയപ്പോഴേക്കും ലോകം ഇവിടെ അവസാനിച്ചു. ഈ ഗെയിമിൽ ഒരു ബഗ് ഉണ്ട്. അയ്യോ അയ്യോ അയ്യോ, കയറ്റത്തിൽ കുറച്ച് കുറവാണ്. പിന്നെ ഈ വണ്ടിക്ക് തീരെ മൈലേജ് ഇല്ല. അതുകൊണ്ടാണ് സിനിമയിൽ പെട്രോൾ കിട്ടുന്നത്. ഡെന്നിച്ച് വന്നിട്ട് പെട്രോൾ വാങ്ങാൻ പോയിട്ട് എവിടെയാണെന്നാവോ കൊണ്ടുപോയി. ഡെന്നിച്ചൻ എസ്കേപ്പ് ആയതാണെന്ന് തോന്നുന്നത്. പക്ഷെ കൊട്ടൊക്കെ എടുത്തിട്ടാണ് പോയത്. ഓക്കെ, ഓ ജസ്റ്റ് മിസ്. ഓക്കെ ഗൈസ്, മതിലുമ്പ് കൊണ്ടുപോയി കുത്തി ഗൈസ്. ഇതിൻ്റെ വണ്ടി പുതിയ അയ്യോ, ഞാൻ തന്നെയല്ല ഓടിക്കണം. പിന്നെ ഞാൻ തന്നെ എന്തിനാ കരയുന്നത്? അയ്യോ അയ്യോ, നമ്മളെ വണ്ടി മഞ്ഞ കളറായതുകൊണ്ട് ഒരാൾ കൂടുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. കറക്കി 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 വണ്ടി അരച്ചും ചടയാക്കി. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിപ്പിച്ചാലോ? അല്ല വേണ്ട, ലോകം ഇവിടെ അവസാനിക്കും. ഞാൻ ബ്രേക്ക് ഇവിടെ പൊടി പകർത്തിയിട്ടുണ്ട്, പൊടി പകർത്തിയിട്ടുണ്ട്. ബ്രേക്കും ആക്സിലേറ്ററും കൂടി അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് പിടിക്കാൻ. പാർക്കിംഗ് മുകളിലിട്ട് കയറാൻ വണ്ടി നീങ്ങില്ല ഗൈസ്. അപ്പോഴാണ് മറ്റോ ഒച്ചയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടം? BMW ഓർ ബെൻസ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതല്ലാതെ വേറെ വല്ല കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ നിങ്ങളെ ഫേവറേറ്റ് മൂവി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.